എയർപോർട്ടിൽ എന്തിനാ എംകുട്ടി പോണേ? വിമാനം കാണാനോ? എംകുട്ടി വിമാനം ഇഷ്ടമാണോ? ആ ശരി, ആയിക്കോട്ടെ കേട്ടോ, നമുക്ക് വിമാനം കാണാം. അല്ല ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാട്ടോ. ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം. എംകുട്ടിക്കും എയർപോർട്ടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ടെർമിനൽ 1 and 2. ഓക്കെ, നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇത് ബേസ്മെൻറ്റ് 1, 2 എന്ന് പറഞ്ഞാൽ 2 തട്ടായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ടെർമിനൽ 2 ആണ്. നമുക്ക് അറ്റം വരെ ഉണ്ട്. ഇവിടെ നമുക്ക് എസ്കലേറ്റർ അതിൽ കയറാനുള്ള അങ്ങോട്ടേക്കാണ്. നമ്മൾ ബേസ്മെൻറ്റിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറി. മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ അറൈവലിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ താഴവശത്ത് കാണുന്ന അറൈവലും മുകളിൽ ഡിപ്പാർച്ചറാണ് കേട്ടോ. ടെർമിനൽ 2 ആണിത്. നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പോവാം. ടെർമിനൽ 2 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ടെർമിനലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറൈവൽ പോർട്ടാണത്. കിളിക്കൂട് പോലെയൊക്കെ ഉണ്ട്. അതിലാണ് അറൈവൽ വരുന്നത്. ഇൻ്റർനാഷണൽ ടെർമിനൽ 2 ആട്ടോ അത്. എന്താ രസം കാണാൻ. ഇതിലാണ് ഡിപ്പാർച്ചർ അങ്ങോട്ട് കയറുന്നത്. 3-4 എൻട്രി ഉണ്ട്. ഡിപ്പാർച്ചറിൻ്റെ എൻട്രി ഗേറ്റ് കേട്ടോ. ഇവിടെ മോസ്റ്റ്ലി അധികം ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറാണ്. ഇവിടുന്ന് തന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും കണക്ട് ചെയ്യുന്നുണ്ട്. ചില ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ടെർമിനൽ 2 എന്ന് പോകുന്നുണ്ട്. ചെക്ക് ഇൻ ചെയ്യാനുള്ള, സെൽഫ് ചെക്ക് ഇൻ ചെയ്യാനുള്ള കിയോസ്കുകളാട്ടോ, കുറേ എണ്ണം ഉണ്ട്. ടെർമിനൽ 1ലേക്ക് പോവാണ്. ഇവിടെ നിന്നുള്ള ബസ് സർവീസാണ്. ഇപ്പോഴും ഷെഡ്യൂളുണ്ട്. തൊട്ടടുത്ത് തന്നെ ടെർമിനൽ 2ൻ്റെ ഡിപ്പാർച്ചർ അറൈവലിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. ടെർമിനൽ 2 ടെർമിനൽ 1ലേക്ക് ഒരു 10-15 മിനിറ്റ്സ് ടൈമായിട്ട് എടുക്കുന്നത്. ഈ ഷട്ടിൽ സർവീസ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അപ്പുറത്ത് T1 നിന്ന് T2 പോകാൻ പറ്റും. ശരി, ആയിക്കോട്ടെ, ഓക്കെ. ടെർമിനൽ 1 and 2 കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്.